വെറും 2 വർഷം, കൃത്യമായി പറഞ്ഞ 1.25 വർഷം കൊണ്ടാണ് റോക്കറ്റ് കുതിക്കും പോലെ സ്വർണ്ണവില ഡബിൾ ആയത്. തിങ്കളാഴ്ച 99,840 രൂപയായിരുന്ന പവൻ വില ചൊവ്വാഴ്ച ആയപ്പോഴേക്കും ലക്ഷം കടന്നു. 1,01,600 രൂപയാണ് നിലവിലെ വില. 2025 മാത്രം കൂടിയത് ഏതാണ്ട് 43,000 രൂപ. സ്വർണത്തെ ഇത്ര വേഗം ഈ ഉന്നതിയിലേക്ക് നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരേ ഉള്ളൂ: അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ ജനുവരിയിൽ ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ 58,720 രൂപയായിരുന്നു സ്വർണ്ണവില. 2024 ജനുവരിയിൽ വില 50,200 ആണെന്ന് ഓർക്കണം. ആ ഒരു കൊല്ലം കൊണ്ട് കൂടിയത് ഏതാണ്ട് 8,500 രൂപ മാത്രമാണ്. ആ സ്ഥാനത്താണ് ഒറ്റ വർഷം കൊണ്ട് 44,000 രൂപയോളം വർദ്ധിക്കുന്നത്. ട്രംപ് വന്നത് മുതൽ ലോക രാഷ്ട്രീയത്തിലും സാമ്പത്തിക മേഖലയിലും ഇടപെട്ടതിന്റെ ബാക്കിപത്രമാണ് ഈ സ്വർണ്ണവില കയറ്റമെന്നാണ് സാമ്പത്തിക രംഗത്തെ വിലയിരുത്തൽ. കറൻസിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങിയതോടെ സുരക്ഷിത നിക്ഷേപമായി വ്യക്തികൾ മുതൽ സർക്കാരുകൾ വരെ സ്വർണത്തെ കണ്ടു തുടങ്ങി. അങ്ങനെയാണ് മഞ്ഞലോഹത്തിന് ഇത്ര ഡിമാൻഡ് കൂടിയത്. അങ്ങനെ സ്വർണത്തിന് പൊന്നും വില. ഇനി 1/4 നൂറ്റാണ്ടിലെ ഗ്രാഫ് ഒന്ന് നോക്കാം. 25 കൊല്ലം മുൻപ് 2000 പിറക്കുമ്പോൾ ഒരു പവന് വില 3,212 രൂപയായിരുന്നു. അവിടെ നിന്നും 1 ലക്ഷത്തിലെത്താൻ വെറും 25 വർഷമാണ് എടുത്തത്. 2022 38,200 രൂപയായിരുന്നു സ്വർണ്ണവില. 2024 അത് 50,200, പിന്നെ 58,000, ഇപ്പോൾ 1 ലക്ഷം. ഒരു നൂറ്റാണ്ട് കാലത്തെ സ്വർണ്ണവില ഏതാണ്ട് ഇങ്ങനെയാണ്. സ്വർണം നമ്മളെ മൊത്തത്തിൽ കൺഫ്യൂഷനാക്കിയ ഒരു വർഷമാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് മലയാളിയുടെ ആചാരങ്ങളിൽ സുപ്രധാന പങ്കുള്ള സ്വർണത്തിന്റെ വില കൂടുമ്പോൾ. ഒരിടയ്ക്ക് ചെറിയൊരു കുറവ് കണ്ടെങ്കിലും അതേപടി സ്വർണത്തിന്റെ വില തിരികെ കയറി. ഇനി ഒരു കാര്യം കൂടി പറയാം: ആഗോള വിപണിയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ വിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാണ് സാമ്പത്തിക നിരീക്ഷകരുടെ വിലയിരുത്തൽ. അതായത് മുകളിലേക്കല്ലാതെ 70,000-ലേക്കോ 80,000-ലേക്കോ ഇനി ഒരു തിരിച്ചുപോക്കില്ലെന്ന് സാരം. വില കൂടിയെന്ന് കരുതി സ്വർണം പാടെ ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ടാണല്ലോ 5 രാജ്യങ്ങളുടെ മൊത്തം കരുതൽ ശേഖരത്തെക്കാൾ കൂടുതൽ സ്വർണം ഇന്ത്യയിലെ സ്ത്രീകളുടെ കയ്യിലുള്ളത്. സ്വർണത്തിലെ പരിശുദ്ധിയുടെ അളവ് സൂചിപ്പിക്കുന്നതാണ് 916. നമുക്കറിയാം. അതായത് 100 ഗ്രാം എന്ന് പറയുന്ന സ്വർണത്തിലെ യഥാർത്ഥ സ്വർണത്തിന്റെ അളവ് 91.6%. ഇതാണ് 22 ക്യാരറ്റ്. ഇത്തരത്തിൽ 18 ക്യാരറ്റ് സ്വർണത്തിലെ സ്വർണ്ണ പരിശുദ്ധി എന്ന് പറയുന്നത് 75%, 14 ക്യാരറ്റ് സ്വർണത്തിൽ 58%. ബാക്കി മറ്റ് ലോഹങ്ങളായിരിക്കും. സ്വർണ്ണവില കുതിപ്പ് തുടർന്നതോടെയാണ് 18 ക്യാരറ്റ് സ്വർണത്തിന് മാർക്കറ്റ് ഏറിയത്. എന്നാൽ ഇവിടെയും വിലക്കയറ്റം ബാധിച്ചതോടെ 14-9 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്ക് വൻ സ്വീകാര്യതയാണിപ്പോൾ. ആഭരണമായി അണിയാനോ ഗിഫ്റ്റ് കൊടുക്കാനോ ഒക്കെ ഇത് ബെസ്റ്റാണ്. പക്ഷേ 18-22 ക്യാരറ്റ് സ്വർണത്തെ അപേക്ഷിച്ച് സ്വർണത്തിന്റെ അളവ് കുറവായിരിക്കുമെന്നതിനാൽ പണയം വെക്കുന്നതിനും വിൽക്കുന്നതിനുമൊക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എത്ര വില കൂടിയാലും നമ്മളൊന്നും സ്വർണം ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അതിന്റെ പരിശുദ്ധിയിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവുമെന്നല്ലാതെ.